കഴിഞ്ഞ ദിവസം CTV വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റി ആ വാർത്തയുടെ വന്ന കാര്യങ്ങൾ ഞാൻ പോയി ചോദിച്ചു. അവിടുത്തെ എഞ്ചിനീയർ സെക്ഷനിൽ ഞാൻ പോയി ചോദിച്ചപ്പോൾ അവരെന്നോട് മോശമായ രീതിയിൽ പെരുമാറുകയും എന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുകയും ചെയ്തു. ഇതാണോ ഒരു പൊതുജനത്തിന് കിട്ടേണ്ട നീതി? നമ്മളൊരു കാര്യം കേട്ടാൽ ഇത് വാസ്തവം ശരിയാണോ എന്നുള്ളത് നമ്മൾ പോയി പൊതുജനം ചോദിക്കും. അത് നമ്മുടെ വിവരാവകാശത്തിൽ പെടുന്ന കാര്യമാണ്. അത് വിവരാവകാശത്തിൽ എഴുതി ചോദിക്കുന്നതിലും നല്ലത് ഡയറക്റ്റ് പോയി അവരത് പറയുവാണെങ്കിൽ അവരിൽ നിന്ന് അപ്പോൾ തന്നെ നമുക്ക് മറുപടി കിട്ടും. ആ ഒരു രീതിയിലാണ് ഞാൻ അവിടെ പോയി ഇപ്പോൾ ചോദിച്ചത്. അപ്പോൾ അവർ എല്ലാവരും കൂടെ കൂടി എന്നെ ഒരുമാതിരി ഗുണ്ടായിസം മാതിരി അവിടെ തടഞ്ഞു വെച്ച് നിന്നെ ഞങ്ങൾ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നും പറഞ്ഞുകൊണ്ട് എന്നെ അവിടെ വല്ലാത്ത രീതിയിൽ മോശമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു. ഇതാണ് നമ്മുടെ ഈ നാട്ടിൽ നിന്ന് കിട്ടുന്ന നീതി. നിങ്ങൾ പറയൂ നാട്ടുകാരെ, ഇങ്ങനെയൊക്കെ. ഇതിൻ്റെ മണ്ടയ്ക്കാണ് പുതിയ കമ്മ്യൂണിറ്റി ഹാൾ പണിതിരിക്കുന്നത്. ഇതാണിപ്പം പൊളിച്ചു പണിയണമെന്ന് ഇവർ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടല്ലേ ഇതിൻ്റെ മണ്ടയ്ക്ക് ഈ കമ്മ്യൂണിറ്റി ഹാൾ പണിത് വെച്ചിരിക്കുന്നത്. നോക്ക്, ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഇതാണ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്. കാണുക, ഇതിൻ്റെ കീഴിലാണ് ഇതുങ്ങളെല്ലാം ഇരിക്കുന്നത്. ഇത് പുതിയ കൗൺസിലിംഗ് ഹാളാണ്. ഇതിപ്പോൾ പൊളിക്കണമെന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ ചാനലിൽ വന്ന പരിപാടിയിൽ ഈ 50 ലക്ഷം രൂപ മുടക്കി ഈ പണിതത് പൊളിച്ച് പുതിയത് പണിയണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവൻ്റെയൊക്കെ കണ്ണിൽ എന്നായിരുന്നു ഇത് പണിയുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്നതാണ്. കണ്ടോ, ഈ ഹാളിന് എന്ത് കുഴപ്പമുണ്ടായിട്ടാണ് അവിടെ പുതിയത് പണിതത് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകാത്തത്. നോക്കേ, ഇതിനെന്താ കുഴപ്പം? വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല, ഇത് പഴയതാണ്. അപ്പോൾ ആ പുതിയത് പണിതിരിക്കുന്നതിൻ്റെ അടിഭാഗമാണ് നിങ്ങളെ ഞാൻ കാണിച്ചത്. ഇപ്പോൾ ഇത് മൊത്തത്തിൽ പൊളിച്ച് 6 മാസമായില്ല അത് ഉദ്ഘാടനം ചെയ്തിട്ട്. എന്തൊരു അന്ധക്കരണമാണ് ഈ കാണിക്കുന്നത്. ഇത് ആർക്ക് വേണ്ടിയാണ് ഈ പുതിയതായിട്ടുള്ള ഈ സാധനം പണിതിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാം. ഇത് എഞ്ചിനീയറിംഗ് സെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ഇവർ ഇതിൻ്റെ തൊട്ടിപ്പുറത്തിരിപ്പുണ്ട്. എന്നിട്ടാണ് ഇവർ പറയുന്നത് ഇത് പൊളിക്കണമെന്ന്. ഇതേ കഴിഞ്ഞ ദിവസം വാർത്തയ്ക്കകത്തിട്ടാണ് ഇത് പൊളിച്ചു പണിയണം, കമ്മ്യൂണിറ്റി ഹാളിൻ്റെ അവിടെ പണിതിരിക്കുന്നത് ശരിയല്ല, അത് പൊളിച്ചു പണിയണമെന്നും പറഞ്ഞുകൊണ്ട് TV-ക്കകത്ത് ന്യൂസ് വന്നായിരുന്നു. ഇതിപ്പോൾ 6 മാസമായല്ലോ ഉള്ളത് പണിതിട്ട്. അപ്പോൾ നിങ്ങളിവിടെ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ ഇരിക്കുന്ന നിങ്ങൾ തന്നെയല്ല അതിന് ഓർഡർ കൊടുത്തത് പണിയാൻ. ആരോട് ചോദിക്കണം? സാറേ, കഴിഞ്ഞ ദിവസമേ ഇവിടുത്തെ ചങ്ങനാശ്ശേരി ചാനലിൻ്റെ അകത്തൊരു വാർത്ത വന്നായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് പണിത കമ്മ്യൂണിറ്റി ഹാൾ പൊളിച്ചു പണിയണമെന്നും പറഞ്ഞ്. അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ അതിന് ഓർഡർ കൊടുത്തത്? ഞാനത് വീഡിയോ പിടിക്കുക. നിങ്ങൾ തന്നെയല്ലേ അതിന് ഓർഡർ കൊടുത്തത് അത് പണിയാൻ? ആ കമ്മ്യൂണിറ്റി ഹാൾ പണിയാനായിട്ട് ഓർഡർ കൊടുത്തത് ഇവിടുത്തെ എഞ്ചിനീയറിംഗ് സെക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് അല്ലേ? പിടിച്ചോളൂ. ഞാൻ ഇവിടുത്തെ വിഷയങ്ങളെല്ലാം പിടിച്ചിടുന്ന ആളാണ്. പിടിച്ചോളൂ. പിടിച്ചു. അപ്പോൾ നിങ്ങൾ തന്നെയല്ലേ ഇതിന് ഓർഡർ കൊടുത്തത് അത് പണിയാനായിട്ട് അല്ലേ? ഉണ്ടാട്ടമില്ല. എന്നിട്ടിപ്പോൾ അത് പൊളിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് പൊളിക്കണം. കഴിഞ്ഞ ദിവസം എന്നാ അതിനെ പോലീസിനെ വിളിക്കുന്നു? പോലീസിനെ വിളിച്ചു. ഇവിടെ വന്ന് ഒരാൾ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഉടനെ തന്നെ പോലീസിനെ വിളിക്കുക, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക.
ഇപ്പോൾ ലൈവാണ്. നിങ്ങൾ പറഞ്ഞു. ആയിക്കോട്ടെ. പോലീസിനെ വിളിക്കും. എൻ്റെ സാറേ എങ്ങനെ? അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് സാറ് മറുപടി പറയണ്ടേ? അല്ല ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് സാറ് മറുപടി പറയണ്ടേ? വിളിച്ചു. അക്രമസത്വമായിട്ട് ഞാൻ ഒന്നും ഇവിടെ പറഞ്ഞില്ല. ഞാനൊരു പൊതുപ്രവർത്തനം എന്നുള്ള രീതി ഞാൻ സാറിൻ്റെയൊക്കെ കാര്യമേ ചോദിച്ചുള്ളൂ. ഞാൻ ബഹളം വെച്ചില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ സാറിൻ്റെയൊക്കെ കാര്യമാണ് ചോദിച്ചത്. അപ്പോൾ സാർ അതിനെ ആയിക്കോട്ടെ. അല്ല എനിക്ക് അല്ല ഞാൻ ചോദിച്ചല്ലോ, ഞാൻ ഇവിടെ ചോദിച്ചല്ലോ. ഞാനിപ്പോൾ ഇവിടെ ചോദിച്ചില്ലേ എന്നെ ആരോടെ ഇത് പറയണമെന്ന് ചോദിച്ചോ, പറഞ്ഞു ഇന്ന ആളിൻ്റെ ഒക്കെ ചോദിക്കണമെന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെയൊക്കെ പറഞ്ഞല്ലോ കയറി ചോദിക്കുക, സാറിൻ്റെയൊക്കെ ചോദിക്കാൻ. ആരാ നിങ്ങൾ നിങ്ങളല്ലേ പറഞ്ഞത്? ആവശ്യത്തിന് വന്നല്ലേ ഞാൻ. ആയിക്കോട്ടെ. അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ?